ലഅനത്തുല്ലാഹി അലൈഹി അബൂജാഹിൽ വേണമെങ്കിൽ അല്ലാഹ് ഒന്നുള്ളൂ എന്ന് സമ്മതിക്കാനൊക്കെ തയ്യാറാവും. അതിലിപ്പോൾ മൂപ്പർക്ക് വലിയൊരു കടുംപിടുത്തൊന്നുമില്ല. മൂപ്പര് കുടുങ്ങുമ്പോൾ അള്ളാഹുടെ ദ്വാരക്കലുണ്ട്. ബദർക്ക് പോകാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നബി തങ്ങളുടെ അമ്മായിയായ ആത്തിഖ ബീവി ഒരു സ്വപ്നം കണ്ടു. മക്കയിലെ പ്രധാനികളായ ആളുകളെല്ലാം കൊല്ലപ്പെടുന്നതായിരുന്നു സ്വപ്നം. ആത്തിഖ ബീവി സാധാരണ കണ്ടാൽ കണ്ടമാതിരി ഉണ്ടായാലുണ്ട്. മുപ്പത്തിയേര് വന്ന് പറഞ്ഞു, ഖുറൈശികളെ നേതാക്കന്മാരെ പോണ്ടട്ടോ, പോണ്ടാർ. എന്തേന്ന് ചോദിച്ചു, ഞാനൊരു കിനാവ് കണ്ടിട്ടുണ്ട്. മക്കത്തെ പ്രമുഖരെല്ലാം കൊല്ലപ്പെടുന്നതാണ് കിനാവ് കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ പോണ്ടട്ടോ. അബൂജാഹിലിന്റെ നേതൃത്വത്തിലാണ് സംഘം ഒരുങ്ങിയത്. 1000 പടയാളികൾ, അവർക്ക് ഉപയോഗിക്കാനുള്ള കുതിരകൾ, ഒട്ടകങ്ങൾ, വാളുകൾ, അങ്കികൾ തുടങ്ങിയെല്ലാം. ഒരു 2-3 മാസം കഴിക്കാനുള്ള ഭക്ഷണം, ഒരു 3-4 മാസം കുടിച്ചാനുള്ള കള്ള്, പാട്ട് പാടാനും ഒപ്പം പോരാനുള്ള പെണ്ണുങ്ങൾ, ഇതൊക്കെ റെഡിയാണ്. എങ്ങനെ പോകാതിരിക്കുക? തിന്നാനുള്ള പിന്നെ പോയില്ലെങ്കിലും കിട്ടുന്നൊക്കെ, പക്ഷെ ബാക്കിയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ, എങ്ങനെ പോകാതിരിക്കുക? ആ തള്ളപ്പോൾ ഒരു കിനാവ് കാണാൻ വേണ്ടി കണ്ടൊരു നേരം എന്ന് പറഞ്ഞു മൂപ്പര്. ഇനിയിപ്പോൾ എന്താ കാട്ടുക? ചെറിയൊരു പേടി ഉണ്ടേനും, കാരണം ആത്തിഖ ബീവി കണ്ടാൽ കണ്ടമായിരുണ്ടാവും. അതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടേനും അവസാനം ഒന്ന് ദ്വാരക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും കഅബന്റെ അടുത്തേക്ക് വരികയായിരുന്നു. മൊത്തത്തിൽ കഅബന്റെ അടുത്തേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടായിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങാൻ. അപ്പോൾ മൂപ്പരൊരു ദ്വാ മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടിലുണ്ട്. കഅബന്റെ കില്ലങ്ങടെ പിടിച്ചിട്ട്, ഇറയോനെ ഹാദൽ ബൈത്തുടെ നായനെ ഹക്കൊട് ബാത്തില് രണ്ടിതിൻ ഇടയൈ പീരിത്തിടണം ഇന്ദദിനം തനിലെ നമതിരു പാകം നിക്കുവരിൽ ഒരു പേർകൾ ഹക്കുടയോർ അവർ ആരുനക്കറിയാം അവർകളെ ഇനതിൽ പീരിത്ത് ഖലാസിയ താക്കിട് നീ പരനെ പരനെ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കി നീ ദായിമിൽ കാത്തുകൊൾ ഫത്താഹേ താമസം ചെയ്തിടാതുത്തിരം നൽകിടു നീ. ആർദ ദുആ? അബൂജാഹിലിന്റെ. മൂപ്പര് പറഞ്ഞ അല്ലാഹ് ഒന്നുള്ളൂ എന്ന് തൽക്കാലങ്ങളാണ് സമ്മതിച്ചാളി എന്ന് പറഞ്ഞാലും വല്ലാതെ എതിർക്കൊന്നുമില്ല. പക്ഷെ പ്രശ്നം എവിടെ കിടക്കുന്നതെന്നറിയോ? ഈ മക്കത്തൊരു നബി ഉണ്ടാകുകയാണെങ്കിൽ ബഹുമാനമാക്കപ്പെട്ട ഞാൻ അവറുകളാണ് അത് ആകേണ്ടിയിരുന്നത്. അതാ യത്തീംകുട്ടി ആയത് ശരിയായില്ല എന്നുള്ളതാണ് പ്രശ്നം. മുഹമ്മദ് നബിയാണ് പ്രശ്നം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈമാനിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മക്കളെ ശരിക്കാണ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു സംഗതിക്കും പോകില്ല. അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം ഈമാനിന്റെ സംരക്ഷണമായിരിക്കണം എന്നാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അതിന് മുഹമ്മദ് നബി പഠിപ്പിക്കപ്പെടണം സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് സ്വഭാവത്തിന്റെ പരിപാലനം നടത്തണം. അടുത്ത തലമുറ സ്വഭാവം സംസ്കരണമുള്ളവരായിരിക്കണം. സ്വഭാവം പരിപാലിക്കപ്പെടണമെങ്കിൽ എന്താ വേണ്ടത്? സ്വഭാവം നേരാവണമെങ്കിൽ 2 കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്ന്, മര്യാദ ക്ലിയറാക്കി കൊടുക്കണം. 2, ശീലങ്ങൾ റെഡിയാക്കി കൊടുക്കണം. അദബ് ലെവലാക്കുക, മര്യാദകൾ ക്ലിയറാക്കുക, ശീലവും രണ്ടും ഒന്നല്ല. മര്യാദ എന്നത് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, ശീലം സ്വഭാവവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. മര്യാദ ക്ലിയറാക്കിയാലേ ഇബാദത്തൊക്കെ ക്ലിയറാക്കുള്ളൂ. അതുകൊണ്ട് അദബ് ക്ലിയറാക്കണം, അതാണ് ഒന്നാമത്തേത്, മര്യാദകൾ. രണ്ടാമത്തത് ശീലങ്ങൾ ക്ലിയറാക്കി എടുക്കണം. മര്യാദകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ ഭക്ഷണ മര്യാദയാണ്. ഭക്ഷണങ്ങളിലെ മര്യാദകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാ വിഷയത്തിനും മര്യാദ ഉണ്ട് കേട്ടോ, മര്യാദ എല്ലാത്തിനും ഉണ്ട്. ഒരു വേള നമ്മൾ പറയുമ്പോൾ ഒരു പ്രവർത്തനം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം അതിൻ്റെ അദബ് പാലിക്കുന്നതിനായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ പള്ളിക്കൊക്കെ കയറിയ തന്നെ ഇല്ല, പള്ളിയൊക്കെ ഒരാൾ കയറണ തന്നെ ഇല്ല, എന്നാൽ പരമാവധി ഓൻ പള്ളിക്കൊക്കെ കയറിയിട്ടില്ല, മരിച്ചുമ്പോൾ കൊണ്ടുവരാം എന്ന് തീരുമാനിക്കാം. അതേ സമയത്ത് കയറിയിട്ട് മൂത്രാക്കിയാൽ മുർത്തതാവും. അപ്പോൾ കയറുന്നതിനേക്കാൾ പ്രധാനമാണ് അതിൻ്റെ അദബ് പാലിക്കൽ. മുസാബ് എടുത്തില്ലെങ്കിലേ, മുസാബ് എടുത്തിട്ടില്ല എന്നേ വരുള്ളൂ, എടുത്തിട്ട് മൂക്കട്ടാക്കിയാൽ ആൾ മുർത്തതാവും. തന്നെ സംഗതി. ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് അതിൻ്റെ അദബ് പാലിക്കൽ. അതിന് വന്നില്ലെങ്കിൽ വന്നിട്ടില്ല എന്നേ വരുള്ളൂ.
വന്നിട്ട് കുരുത്തക്കേട് കാട്ടിയാലോ അത് വലിയ പ്രശ്നമാണ്. ഉസ്താദിന്റെ അടുത്തേക്ക് പോയില്ലെങ്കിൽ പോയില്ലാന്നേ വരുള്ളൂ. ഉസ്താദിന്റെ അടുത്ത് അല്ലെങ്കിൽ ഗുരുനാഥന്റെ അടുത്ത് പോയിങ്ങാണ്ട് കിച്ചണിലെ ഏതെങ്കിലും സാധനത്തിന്റെ പേര് വിളിച്ചാലോ, സ്കൂൾക്കും മദ്രസ്ക്കും പോയില്ലെങ്കിൽ പോയിട്ടില്ല എന്നേ വരുള്ളൂ എന്ന്. പോയിട്ട് പ്രിൻസിപ്പാളെ ചേനത്തല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ഈ ചോദ്യം. നിങ്ങൾക്ക് മനസ്സിലാവില്ല പെട്ടെന്നൊന്നും. ഒരു സംഗതി ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് ആ വിഷയത്തിന്റെ അദബ് പാലിക്കുന്നതിന്. അപ്പൊ അതുകൊണ്ട് എല്ലാറ്റിനും അദബുണ്ട്. മക്കളെ ആദ്യം പഠിപ്പിക്കേണ്ടത് അദബാണ്. രണ്ടാമത് ശീലങ്ങൾ ശരിയാക്കണം. ശീലങ്ങളിലും അടിസ്ഥാനമുണ്ട്. ശീലങ്ങളിലെ അടിസ്ഥാന ശീലം ദാനശീലമാണ്. ദാനശീലം, ദാനം കൊടുക്കാൻ പൈസ വേണം. ദാനശീലത്തിന് പൈസ വേണ്ട. ദാനം കൊടുക്കണേ പൈസ വേണമല്ലോ. ദാനശീലത്തിന് പൈസ വേണ്ട. അതൊരു സ്വഭാവമാണ്, അതുണ്ടായാൽ മതി. ദാനശീലത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് റളിയല്ലാഹു അൻഹു. മുസ്തഫായ നബി തങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി വഅദ് പറയുകയാണ്. സ്വഹാബ, യുദ്ധത്തിന് പോകണം, അനിവാര്യമാണ്. നമ്മൾ യുദ്ധത്തിന് വേണ്ടി പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വരും. ശത്രുക്കൾ മദീനയിലേക്ക് വന്നാൽ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം അപകടത്തിനാകും. അതുകൊണ്ട് എല്ലാവരും കാര്യമായി സംഭാവനകൾ നൽകണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, 100 ഒട്ടകങ്ങളും ആ 100 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തന്നുകൊള്ളാം. മുഹമ്മദ് നബിയുടെ 2 മക്കളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരുന്നു, റുഖിയ ബീവിയെയും ഉമ്മു കുൽസൂമിനെയും. ആദ്യം റുഖിയ ബീവിനെ കെട്ടി. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് റുഖിയ ബീവി വഫാത്തായി. പിന്നെ ഉമ്മു കുൽസൂമിനെയും കല്യാണം കഴിച്ചു. ഉമ്മു കുൽസൂം മരണപ്പെട്ടപ്പോൾ നബി തങ്ങൾ ഒരു വർത്താനം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കിഞ്ഞ് ഒരു പെൺകുട്ടിയുടെയും കെട്ടിക്കാണ്ടായിരുന്നുവെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പെൺകുട്ടികൾക്ക് പുതിയാപ്പളൻ അന്വേഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കേണ്ടത് ദാനശീലമുള്ള ആളാണോ എന്ന്. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത. 100 ഒട്ടകം കൊടുത്തു, ഇരിക്കുകയായിരുന്നു. നബി തങ്ങൾ രണ്ടാമതും പ്രസംഗിച്ചു, സഹാബ, യുദ്ധത്തിന് പോകൽ അനിവാര്യമാണ്. നമ്മൾ യുദ്ധത്തിന് പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് വരും. ശത്രുക്കൾ മദീനയിലേക്ക് വന്നാൽ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം അപകടത്തിലാകും. അതുകൊണ്ട് കാര്യമായി സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു രണ്ടാമത് നീച്ചിട്ട് പറഞ്ഞു, നബിയെ, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധവും ഞാൻ തരാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അത് മൂപ്പരെ വാപ്പാന്റെ മുതല് കിട്ടിയെന്ന് 35 സെന്റ് റോഡ് സൈഡിൽ വിറ്റത് ഇക്കാരെന്ന്. അല്ല, ഊരമ്മ 2 കാലും വെച്ചിട്ടേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കയ്യും വീശിന്ന് പോകുന്ന മുഹാജിറാണ് സയ്യിദ്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആള്. മക്കന്ന് മദീനത്തേക്ക് പോകുന്ന മുഹാജിറാണ്. പിന്നെ എന്തേ? കൊടുക്കാനുള്ള മനസ്സാണ്ടുണ്ടെങ്കിൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും. മനസ്സാണ്ട് ഉണ്ടായില്ലെങ്കിൽ പോക്കറ്റിക്ക് ഊതാന്നല്ലാതെ കൊടുക്കാൻ പറ്റിയൊരു നോട്ടയിലാണ് കാണൂല. അതന്നെ സംഗതി. ഇതാണ് ദാനശീലം. ഇത് മക്കളെ പഠിപ്പിച്ചാലേ സ്വഭാവം നേരാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ദാനശീലം ഉള്ളവന്റെ സ്വഭാവവും ദാനശീലം ഇല്ലാത്തവന്റെ സ്വഭാവവും വ്യത്യാസം ഉണ്ടാവും.